നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു വീഡിയോയിലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഈ ഒരു സബ്ജക്റ്റിനെ മാത്രം സെലക്ട് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ നേരെ ഫ്യൂഷൻ പേജിലോട്ട് വരിക. ഫ്യൂഷൻ പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മീഡിയ ഇൻ മീഡിയ ഔട്ട് 2 ഓപ്ഷൻ കാണാം. അതിൽ മീഡിയ ഇൻ സെലക്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഷിഫ്റ്റ് സ്പേസ് ബാർ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ടൂൾ ബാർ വരും. അതിൽ നിങ്ങൾ മാജിക് മാസ്ക് എന്ന് ഇവിടെ താഴെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാജിക് മാസ്ക് വരും. അത് സെലക്ട് ചെയ്തിട്ട് ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും മീഡിയ ഇന്നിൻ്റെയും മീഡിയ ഔട്ടിൻ്റെയും ഈ ലൈനിൻ്റെ ഇടയിലായിട്ട് ഇത് വന്ന് വീഴും. വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ആരോ മാർക്ക് പിടിച്ച് ഇവിടെ ഇന്നും ഇവിടെ നിന്ന് ഔട്ട് പിടിച്ച് ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് ഈ ഒരു മാജിക് മാസ്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്ക്രീനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പിക്കർ ടൂൾ കാണാൻ പറ്റും. ഈ ഒരു പിക്കർ ടൂളിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. കാരണം എല്ലാ കളറും ഇതിൽ ആഡാവുന്ന രീതിയിൽ വേണം ആ ലൈൻ വരച്ചു കൊടുക്കാൻ. അപ്പോൾ ഏകദേശം ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ആയി കിട്ടും. എന്നിട്ട് ഇനി ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് ഇതിനകത്ത് വരാനുണ്ടെങ്കിൽ അവിടെയും കൂടി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ എവിടെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിൽ വന്നാൽ ഇവിടെ മൈനസ് പിക്കർ ടൂൾ കാണാം. അതെടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഈ ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുത്താൽ അതങ്ങ് മാഞ്ഞു പോകുന്നതായിട്ട് കാണാം. ഇനി നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സെക്ഷനിൽ വന്നിട്ട് ഇവിടെ ബെറ്റർ എന്നുള്ള ഈ ഫാസ്റ്റ് മാറ്റി ഇവിടെ ബെറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ റിഫൈൻ റേഞ്ച് ശകലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ബാക്കിലുള്ള ഈ ഒരു ഹെയറിൻ്റെ ബാക്കിലുള്ള ഭാഗങ്ങൾ ഇങ്ങനെ മാഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതൊന്ന് ശകലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇവിടെ മാറ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻസ് കാണാം. അതിൽ ഇവിടെ ഡിലൈറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ പിടിച്ച് പതുക്കെ ഒന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തോറും നമുക്ക് ഇവിടെ നടക്കുന്ന ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കോളൂ, നമ്മൾ ഇങ്ങനെയാണ് ഇരുന്നത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും തോറും ഈ പുറമേ ഉള്ള ഈ ഒരു സെലക്ഷൻ ഭാഗം അകത്തോട്ട് ചുരുങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. കണ്ടോ? ഒരുപാടാക്കി കഴിഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ ചുരുങ്ങി പോകും. അത്രയും വേണ്ട, ശകലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ ഈ ഗാമയും ശകലം ഒന്ന് ഇങ്ങനെ ഒന്ന് കുറച്ച് കൊടുക്കുക. ത്രെഷോൾഡ് റൈറ്റ് സൈഡിലോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടോ? അപ്പോൾ ഹെയറിൻ്റെ അവിടെ ഏകദേശം ഒന്ന് സെലക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് തിരിച്ച് ഈ ട്രാക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലോട്ട് വരിക. വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോർവേഡ് റിവേഴ്സ് ട്രാക്കിംഗ് ഉണ്ട്, ഈ നടുക്ക് കാണുന്ന ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ സക്സസ്ഫുള്ളി ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ലോണം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എഡിറ്റിംഗ് പേജിലോട്ട് തന്നെ തിരിച്ച് വരിക. തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട്, അതായത് ഇത് മുകളിലോട്ടാക്കിയിട്ട് താഴെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതൊരു പോർട്രേറ്റ് വീഡിയോ ആണ്. ഞാൻ ഇതിൻ്റെ സെറ്റിങ്സ് മാറ്റിയില്ല, അതുകൊണ്ടാണ് ഇത് വൈഡ് സ്ക്രീനിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ കാണുന്നത് കേട്ടോ. അത് മാറ്റാനായിട്ട് ഇവിടെ സെറ്റിങ്സിൽ നിങ്ങളിവിടുത്തെ യൂസ് വെർട്ടിക്കൽ റെസൊല്യൂഷൻ എന്നുള്ള ടിക്ക് ഇട്ടിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ മാറും അത്. ഓക്കെ, മാറിയിട്ടുണ്ട്. ഇങ്ങനെ മാറും. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.